ഹായ് ഗായ്സ്, ഇന്നെൻ്റെ അനിയൻ റയാൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നമുക്കൊന്ന് സർപ്രൈസ് ആയിട്ട് വരാം. സർപ്രൈസ് എന്നെ കാണണമെങ്കിൽ ഈ വീഡിയോ മൊത്തം കാണണം ഗായ്സ്. ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ പരിപാടികളൊക്കെ നടക്കൂ. കാരണം അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ റാപ്പ് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് വെച്ച് ബലൂൺ നമ്മൾ ആദ്യം വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റയാൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നതായതുകൊണ്ട് നമ്മൾ ഓൻ കാണാണ്ടാണ് ഗൈസ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവൻ്റെ 4ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ 4 കാറും വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയാണ്. നാനും കിച്ചണും കൂടി എന്തൊക്കെയൊക്കെ ചെയ്ത് 4 കാറ് അങ്ങനെ വെച്ച് സെറ്റാക്കി കൊണ്ട് വന്നു ഗായ്സ്. പിന്നെ നമ്മൾ ടെഡി ബിയർ വെച്ചിട്ട് കുറച്ച് റയാൻ്റെ ആടെയൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈറ്റ് ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഈ പൂച്ചക്കുട്ടീനെ കണ്ടോ ഗൈസ്, നല്ല ക്യൂട്ടായിട്ടില്ല, ഒറിജിനൽ പോലെ ഇല്ല, പക്ഷെ ഡമ്മിയാണ് ഗൈസ്, ഡമ്മി. പിന്നെ നമ്മൾ നേരെ ലൈറ്റൊക്കെ ഇട്ട് അതൊക്കെ സെറ്റാണോ എന്ന് ആദ്യം നമ്മൾ നോക്കി. എന്നിട്ട് നമ്മൾ റയാൻ എണീച്ച നമ്മളെ പരിപാടികളൊക്കെ പോകുന്നറിയുന്നുണ്ട്. നമ്മൾ റയാൻ എണീപ്പിക്കാണ്ടാണ് ഈ സർപ്രൈസ് ചെയ്യുന്നത് ഗൈസ്. ആരും ഒന്നും മിണ്ടാണ്ടാണ് ഗൈസ് ചെയ്യുന്നത്. പിന്നെ അവൻ ഉറങ്ങുകയാണ്, നല്ല ഉറക്കത്തിലാണ് ഗൈസ്. പിന്നെ നമ്മൾ ചെറിയൊരു പ്ലാനിങ്ങിൽ കൂടെയാണ് ഇത് ചെയ്യുന്നത്. 12 മണിയായി ഗൈസ്. ഇനി നമുക്ക് അവനെ വിളിക്കാം ഗൈസ്. വേം വാ, നമുക്ക് പോവാം. കേക്കൊക്കെ ആദ്യം നമ്മൾ സെറ്റാക്കി വെച്ചത് കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അവനെ വിളിക്കാൻ പോവാണ്. റയാനെ 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 കുറേ വിളിച്ച് ഗൈസ്, എന്നിട്ട് ആളൊന്നും അനങ്ങുന്നില്ല. തട്ടി തട്ടി ഒന്ന് വിളിച്ചു നോക്കാം, ചിലപ്പോൾ എണീക്കായിരിക്കും അല്ലേ. എനിക്ക് തട്ടി വിളിച്ചു നോക്കാം. റയാനെ റയാൻ റയാനെ റയാൻ തട്ടി തട്ടി വിളിച്ച് അവസാന ആള് മെല്ലനെ കണ്ണ് തുറന്ന് വന്നപ്പോൾ ഇത് എന്താ നടക്കുന്നേ എന്നൊന്നും അറിയാണ്ട് ആളിങ്ങനെ നിൽക്കുക. ആൾക്ക് ചുമയുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. പിന്നെ ആൾക്ക് ചെറിയൊരു ചുമയുണ്ട്. ആൾക്ക് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. നമ്മൾ കേക്ക് കൊടുത്തപ്പോൾ അയാൾക്ക് കേക്കിലേക്കല്ല ശ്രദ്ധ, ഗിഫ്റ്റിലേക്കാണ് ശ്രദ്ധ പോയത്. ഒരു ഗിഫ്റ്റൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചപ്പോൾ അവനുണ്ടൊരു ഗിഫ്റ്റ് എടുത്ത് പൊളിക്കാൻ നോക്കിയതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കേക്ക് കൊടുത്തപ്പോൾ അയാൾ ഒറ്റ ഊതൽ. പിന്നെ അവന് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു, അവൻ അത് പൊളിക്കട്ടെ ഗൈസ്, ഗിഫ്റ്റൊക്കെ പൊളിക്കട്ടെ. എന്നപ്പം നമ്മൾ ഗിഫ്റ്റായിട്ട് ഞാൻ ഒരു ഡ്രസ്സ് കൊടുത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ അവൻ ഗിഫ്റ്റ് പൊളിച്ചോട്ടെ.
ഇപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബെൽ ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാം. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.